ഹലോ ഗായ്സ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്ന, അതായത് മെയ് 3-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5 മണി വരെ ഇന്ത്യയുടെ ജമ്മു കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഒരേ സമയത്ത് നടക്കുന്ന ഈ ഒരു എക്സാം, നീറ്റ് എക്സാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഇനി ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് എന്താ ഇത്രയും കാലം പരീക്ഷ എങ്ങനെ എഴുതും എന്ന് പറഞ്ഞ ടെൻഷനായിരുന്നു. ഇനി പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് ഇനി റിസൾട്ട് വരുമോ എന്നുള്ള ടെൻഷൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ പറ്റാവുന്നതിന്റെ മാക്സിമം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. സോ ഗൈസ്, നിങ്ങളുടെ ഒരു എക്സാം എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഫിസിക്സിന് കറക്റ്റ് ഒരു സമയം കിട്ടിയോ? ചെയ്യാനൊക്കെ കിട്ടിയോ? കാൽക്കുലേഷൻസ് ഒക്കെ ലെങ്തി ആയി പോയോ? അല്ലെങ്കിൽ ബയോളജിയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൂടിയോ? അതിന് കറക്റ്റ് ടൈം മാനേജ്മെന്റ് ഒരു 45 മിനിറ്റ് 50 മിനിറ്റിൻ്റെ ഉള്ളിൽ അത് തീർക്കാൻ വേണ്ടി പറ്റുമോ? പിന്നെ കെമിസ്ട്രി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻവിജിലേറ്റർ എങ്ങനെ ഉണ്ടായിരുന്നു? അവിടുത്തെ എക്സാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കറക്റ്റ് സ്മൂത്തിൽ തന്നെ നടന്നോ? പിന്നെ ഡ്രസ് കോഡിന്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം. കാരണം ഓരോരോ ആൾക്കാർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് അല്ലെ. ഇന്ത്യയിൽ ഇത്രയും എക്സാം സെന്ററിലൊക്കെ നടക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ ജസ്റ്റ് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയുക. നമ്മൾ കുറേ പാഠഭാഗങ്ങൾ പഠിച്ചിരുന്നു അല്ലെ, ഇക്വേഷൻസ് ഒക്കെ റിവൈസ് ചെയ്തിരുന്നു, ഒരു എത്രപാട് PYQയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ചിലപ്പോൾ എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം വിഷമിക്കൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നീറ്റ് എക്സാം എന്ന് വെച്ചാൽ ഒരു 3 ടൈപ്പ് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അല്ലേ. ഒന്ന് നോളജ് സെക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ മൈൻഡ് കൺട്രോൾ വരുന്നുണ്ട്, വേറൊന്ന് ടൈം മാനേജ്മെന്റ്. ഇപ്പോൾ ഒരുപാട് പഠിച്ച കുട്ടികൾക്കാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു 3 മണിക്കൂർ, ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 5 മണി വരെ ആ ഒരു 3 മണിക്കൂറിൽ നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചില സ്റ്റുഡൻസ് എന്താ ചിലപ്പോൾ ബയോളജിക്ക് കുറച്ചധികം സമയം എടുത്ത് ലാസ്റ്റ് ഫിസിക്സും കെമിസ്ട്രിയും അറ്റൻഡ് ചെയ്യാൻ ടൈം ഒരു തികഞ്ഞിട്ടുണ്ടാവില്ല. ചില സ്റ്റുഡൻസിന് എന്താ ടൈം മാനേജ്മെന്റ് ഒക്കെ പക്കയായിരുന്നു, പക്ഷെ എന്താ നോളജ് സെക്ഷൻ കുറച്ച് കുറഞ്ഞുപോയി. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായാൽ മതി നീറ്റ് എക്സാമിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്. ഇത് നിങ്ങൾ ആരും ബോധ്യപ്പെടുത്താനും കാര്യങ്ങളൊന്നുമല്ല. ഇനിയിപ്പോൾ ഇറങ്ങും നാട്ടിൽ അയൽക്കൂട്ടം ടീമൊക്കെ ഇറങ്ങും, എടാ അവൻ ഇത്രയും പഠിച്ചിട്ട് നീറ്റ് കിട്ടിയില്ലേ, ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച് ഡയലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില ടീംസൊക്കെ ഇറങ്ങും. പക്ഷെ നിങ്ങളെന്താ ഡോണ്ട് കെയർ. അവർക്കൊന്നും നീറ്റ് കിട്ടിയിട്ടുമില്ല, അവർക്കൊന്നും നീറ്റ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പോലും സോൾവ് ചെയ്യാൻ അറിയൂല. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഇനി നിങ്ങളെ തല പൊണ്ണാക്കിയൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് ഇപ്പോൾ നീറ്റ് കിട്ടുമോ ഇല്ലയോ അങ്ങനത്തെ ഒരു ടെൻഷനല്ല. നീറ്റ് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാനൊരു ലൂസറാണെന്ന് അവർ തരം താഴ്ത്തുവോ, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു അടിവരയിടോ, അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. കാരണം മറ്റുള്ളവരെ ബോധിപ്പിച്ച് ജീവിക്കാൻ നിന്നല്ലേ അതിനേ സമയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉള്ള ഒരു ഉത്തരം ഉണ്ടായാൽ മതി. പിന്നെ അതേപോലെ തന്നെ 2 ടൈപ്പ് ആൾക്കാരാണല്ലോ എക്സാം എഴുതിയത്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പോയിട്ട് ഒരു ക്രാഷ് കോഴ്സോ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സോ ഒന്നും അറ്റൻഡ് ചെയ്യാതെ നീറ്റ് എഴുതിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് സംബന്ധിച്ച് അവർക്കൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ, അവർക്ക് ഇപ്പോൾ നീറ്റ് ക്രാക്ക് ചെയ്തില്ലെങ്കിൽ അവരോട് ആരും ചോദിക്കാനും കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എഴുതാൻ പോകുന്ന ഒരു അവസാനത്തെ ടെൻഷൻ ഫ്രീ എക്സാം ആയിരിക്കും. ഇനി അടുത്തൊരു ടീം എന്ന് വെച്ചാൽ നമ്മൾ റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്ത് അല്ലെ ഒരു 1 ഇയർ ഒക്കെ കഷ്ടപ്പെട്ട് എഴുതിയ ടീംസ് ഒക്കെയാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ. കാരണം എന്താ, നമ്മൾ ഇത്രയും കാലം നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ ഒന്നും ഉപയോഗിക്കാതെ അല്ലെ, പിന്നെ ഒരു ഇഷ്ടപ്പെട്ട സിനിമക്ക് പോകാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റാതെ, ചിലപ്പോൾ ഹോസ്റ്റൽ ലൈഫിലൊക്കെ നിന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നന്നായിട്ടൊന്ന് ഉറങ്ങുക അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ചെയ്യുക. കാരണം നാളെ സൂര്യൻ ഉദിക്കുകയും ചെയ്യും, നാളെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. ഇത് വലിയ കാര്യങ്ങളൊന്നും മാറ്റം വരുത്താൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റിയുള്ള ഒരു ഉത്തരം ഉണ്ടായാൽ മതി എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എഴുതിയ എല്ലാവർക്കും നല്ലൊരു ഓൾ ദി ബെസ്റ്റ് ഞാൻ പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഒരു നീറ്റ് എക്സാം നിങ്ങൾ തലക്ക് പിടിക്കരുത്. കാരണം എന്താ, നമുക്കിനി CUT, അതേപോലെ കുസാറ്റ്, ഐസർ, നൈസർ പോലുള്ള ഒരുപാട് പരീക്ഷകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ ആ പരീക്ഷകൾക്കും കൂടി, കാരണം എന്താ സിലബസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ ആ പരീക്ഷകൾക്കും കൂടി നന്നായിട്ട് പ്രിപ്പയർ ആക്കുക. നല്ലൊരു നീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ